ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. വീട്ടിലെ സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അമേസിങ് ആണ് കേട്ടോ. ഒട്ടും നിസ്സാരമായിട്ട് നിങ്ങളിത് കാണരുത്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫേസിനെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നൊക്കെ നന്നായിട്ട് തിളങ്ങാനും നന്നായിട്ട് ടാനൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു പാർട്ടി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് പാർലറൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊന്നും എപ്പോഴും പാർലറിൽ പോകാൻ പറ്റുന്ന ആൾക്കാരല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് നമുക്ക് അറിയാമെങ്കിൽ വീട്ടിൽ അടിപൊളിയായിട്ട് ചെയ്യാം. നമുക്ക് ടാനൊക്കെ മാറി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ. നമ്മൾ ഫേസ് പാക്ക് പാർലറിനൊക്കെ ഇട്ടിട്ട് വെളിയിൽ വരില്ലേ, അപ്പോൾ കിട്ടുന്ന ഒരു നമുക്കൊരു ഗ്ലോയും ആ ഒരു ബ്രൈറ്റ്നസ്സും ഇതിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. ട്രസ്റ്റ് മീ ഗായ്സ്, ഇത് അടിപൊളിയാണ്. നിങ്ങളിത് കണ്ടിട്ട് ട്രൈ ചെയ്യണം. ഇത് ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്ന അതേ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. അതിന് അമേസിങ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസിൽ ഒരു നമ്മുടെ എക്സ്ഫോലിയേറ്റിംഗ് മാസ്ക് ആണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കോഫിയിലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ തരികളൊന്നുമില്ല. ഇത് നമ്മൾ തരികളുണ്ട്, പക്ഷേ എന്നെങ്കിലും നമ്മളിതിൽ ആഡ് ചെയ്യുന്ന വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത് തരിയെല്ലാം മാറും കേട്ടോ. തരി ഇല്ലെന്നും പറഞ്ഞത് എക്സ്ഫോലിയേറ്റ് ചെയ്യില്ല എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡൗട്ട്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, ഇത് തരി ഇല്ലെങ്കിൽ കൂടി നന്നായിട്ട് ഇതൊരു ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും നന്നായിട്ട് നമ്മുടെ ഫേസ് ടാനൊക്കെ മാറ്റാനും എക്സ്ഫോലിയേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന തേന്, തൈര്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ തരികളൊക്കെ പോവും. പക്ഷേ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും. സെൻസിറ്റീവ് അല്ലെങ്കിലും നമ്മുടെ സ്കിന്നിൽ ടാൻ മാറ്റാൻ വേണ്ടി, അത് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഡ് സ്കിൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി എക്സ്ഫോലിയേറ്റിംഗ് പാക്കാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഏത് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ അഴുക്കൊന്നും കാണാൻ പാടില്ല, ഡേർട്ടൊന്നും കാണാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. ഏതെങ്കിലും മൈൽഡ് ഫേസ് വാഷ് ഇട്ടിട്ടോ, മോനൂട്ടം ബാക്കിൽ കൂടി പോണേനെ. എന്നിട്ട് നമ്മൾ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ച് ചെയ്യാം, കാരണം ഇത് കുറച്ച് ലിക്വിഡ് ഫോമിലായിട്ട് തറയിൽ വീഴും. ഇത് എനിക്ക് തന്നെ ഉള്ള പണിയാണ്, ഞാൻ തന്നെ തുടയ്ക്കണം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും, അമ്മയുടെ നിന്നൊക്കെ അടി കിട്ടും, വഴക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് വെളിയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ചെയ്യാവേ. എന്നിട്ട് നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. നമ്മുടെ ഈ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല ഗൈസ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പഫിനെസ് ഒക്കെ ഇല്ലേ, കുറച്ച് വീർത്തൊക്കെ ചില സമയത്തൊക്കെ ഇരിക്കും കണ്ണിൻ്റെ അവിടെയൊക്കെ, അതെല്ലാം കുറയ്ക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യുവേ. മറ്റേ പാട്ടില്ലേ അലക്ക് നന്ന ആ പാട്ടിട്ടേക്കായിരുന്നു. അതുകൊണ്ട് പിന്നീട് നമ്മൾ ചേർത്തിരിക്കുന്നത് തേനാണ്. തേനെന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ നാച്ചുറലായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്യും. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഇതിനും ഉണ്ട്. അതായത് നമ്മുടെ മുഖത്ത് വരുന്ന വീക്കം, ചുവപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, മൂക്കുരു വന്നതിൻ്റെ ചുവപ്പ്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തേൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. തേന് മുഖക്കുരുവിൻ്റെ പാടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാടുകൾ കുറയ്ക്കും. പിന്നെ ആൻറ്റിബയോട്ടിക്സ് അല്ല, ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒത്തിരി ഉണ്ട് കേട്ടോ. വൈറ്റമിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫേസിന് നന്നായിട്ട് റേഡിയൻസ് ആയിട്ട് നല്ലൊരു സ്കിന്നിൻ്റെ ഏജിങ് എല്ലാം കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം തേനും അടിപൊളിയാണ്. പിന്നെ തൈര് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്തിന് തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് തൈര് അടിപൊളിയാണ്. തൈരിൽ എന്ന് പറയുമ്പം ഒരു ന്യൂട്രിയൻസ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അത് സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്കിന്നിന് വേണ്ട പോഷകങ്ങൾ, അതായത് ന്യൂട്രിയൻസ് നൽകാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന് നല്ല പ്ലംബായിട്ടും ഹെൽത്തി ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് 10 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ ഉണങ്ങി കണ്ടോ, നന്നായിട്ടൊരു നല്ലൊരു ഗ്ലോ ഇല്ലേ ഫേസിൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് സ്കിന്നിന് പ്ലംബായിട്ടും നന്നായിട്ട് ഒരു സ്കിന്നിന് ഭയങ്കര തിളക്കം. നിങ്ങൾ ബിഫോറും ആഫ്റ്ററും ഒന്ന് നോക്കി നോക്കണേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അടുത്ത് നമുക്കൊരു പാക്ക് ഇടാം. ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പാക്കാണ് നമ്മൾ ഇടാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ തൈര്, പിന്നെ ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി ഭയങ്കര അടിപൊളിയാണ്, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. ഇതുപോലെ സിമ്പിളായിട്ട് നന്നായിട്ടൊന്നും റേഡിയൻ സ്കിൻ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും പാടുകളൊക്കെ മാറാനും പിന്നെ സ്കിന്നിലൊരു ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ ഈ പച്ചരി എന്ന് പറയുന്നത്, അതായത് അരിപ്പൊടി. ഇത് നമ്മുടെ കൊറിയൻ സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾ, തൈര്, തേന്, ഇത് ഇത്രയാണ്
നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകണം. പല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും അവരുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയുമ്പോൾ തൈരും മഞ്ഞളിനും തേനിനുമുള്ള ഗുണങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ട്രസ്റ്റ് മീ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. നമുക്കിപ്പം നമ്മുടെ ഈ മൈക്രോ പീലിംഗ്, നിറം വെക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യില്ല, അതല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങളാണ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് മിക്കവാറും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു പ്രശ്നം വരത്തില്ല. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാമേ. നമ്മുടെ ചെവിയുടെ ബാക്കിലായിട്ടോ കൈയുടെ നമ്മുടെ വാച്ച് കിട്ടുന്ന ഭാഗമില്ലേ അവിടെ ആയിട്ടോ ഒക്കെ ഒന്ന് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, എൻ്റെതൊരു സെൻസിറ്റീവ് ചിലപ്പോൾ ആവാറുണ്ട്, എന്നാൽ കൂടി എനിക്ക് ഈ പാക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നിട്ട് തളിരും മഞ്ഞളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഡാബ് ചെയ്യുക. ഫേസൊക്കെ ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പതുക്കെ ജെൻറ്റിലായിട്ട് പതുക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യാം. ഇതിപ്പം സ്ക്രബ് ചെയ്ത ആൾക്കാരാണ്, മുഖക്കുരു ഉള്ളവരാണ്, പാടുകളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യാനേ പോകരുത് കേട്ടോ. നേരിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം ഡാബ് ചെയ്യുക. പതുക്കെ കുറച്ചും കൂടി വെള്ളം ഡാബ് ചെയ്തിട്ട് പതുക്കെ കഴുകി കളയുക കേട്ടോ. നമ്മുടെ തൈരിൽ സൺ ടാൻ മാറ്റാൻ ഭയങ്കര അടിപൊളിയാണ്. അതുമല്ല തൈര് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹോം റെമഡി എന്ന് പറഞ്ഞിട്ട് ഇത് തള്ളിക്കളയരുതേ. ഭയങ്കര ഹൈലി ആയിട്ട് നമ്മളെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡാർക്ക് സ്പോട്ടും സ്കിന്നിൻ്റെ റിങ്കിൾസും ഫൈൻ ലൈൻസും അങ്ങനെ ഇതെല്ലാം മാറാനും സ്കിന്നിന് നന്നായിട്ടൊരു ഗ്ലോ തരാൻ, നാച്ചുറലായിട്ട് തന്നെ ഒരു ഗ്ലോ തരാനും സ്കിന്നിന് ഭയങ്കര ഒരു സ്മൂത്തായിട്ടിരിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ അപ്ലൈ ചെയ്യാവേ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാവേ. ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 11 മിനിറ്റ്, അതിൽ കൂടുതലില്ല കേട്ടോ. ഭയങ്കര ഇറുകുന്ന രീതിയിൽ ഞാൻ വയ്ക്കാറേ ഇല്ലത് കണ്ടോ. ഞാനിപ്പോൾ ഫേസ് ചില ഭാഗങ്ങളിലൊന്നും എനിക്ക് ആ മൂക്കിൻ്റെ എവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊന്നും നന്നായിട്ട് ഇതായിട്ടില്ല കേട്ടോ, ഉണങ്ങിയിട്ടില്ല കണ്ടോ. നല്ലൊരു ഗ്ലോ, ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോയാണ് തന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേസ് പാക്കാണിത്. ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. പാർലറിൽ പോയി നമ്മൾ സമയം കളയണ്ട, ഭയങ്കര വലിയ ഒരു റിസൾട്ടാണിത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം, എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്, എന്തായാലും ഇടണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രൈ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്കിൻ അങ്ങ് വലിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കാതെ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ബൈ.